താങ്ക് യു ആചാര്യജി. ഇപ്പൊ നമ്മളുടെ ഓപ്പണിംഗ് റിമാർക്സ് പ്രാരംഭ പ്രസംഗങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ആ, മുഖ്യ അവതരണങ്ങളാണ്. ഇത് ടോട്ടൽ നമ്മൾ 60 മിനിറ്റ് ആണ്. ജോണി സാർ 30 മിനിറ്റും ആചാര്യജി 30 മിനിറ്റും ആണ്. അപ്പൊ ജോണി സാറിലേക്ക് നമുക്ക് കിടക്കാം. ജോണി സാറിന്റെ ടൈം തുടങ്ങാം. അതിന് മുന്നേ ഞാൻ ഈ സൂചന തരുന്നത് 2 മിനിറ്റ്സ് ബിഫോർ 30 മിനിറ്റ്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ സെഗ്മെന്റിന്റെ തീരാനുള്ളതിന്റെ 2 മിനിറ്റ്സ് ബിഫോർ ആണ് ഞാൻ ആ സൂചന തരുന്നത്. ഓക്കെ, ജോണി സാറിലേക്ക് കിടക്കാം. ജോണി സാർ. ഓക്കെ, താങ്ക് യു ആചാര്യജി. ഇതിഹാസങ്ങളിലെ പാത്രസൃഷ്ടി ഒരിക്കലും നന്മ മാത്രമുള്ള നായകന്മാരും തിന്മ മാത്രമുള്ള പ്രതിനായകന്മാരും എന്ന രീതിയിലല്ല. അത്തരം ധാരണകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന ഇതിഹാസങ്ങളുടെ പുറത്തുണ്ടാകുന്ന കഥകളിലൂടെയാണ്. എന്നാൽ മനുഷ്യ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ ഇറങ്ങി അതിലെ ഇരുട്ടും വെളിച്ചവും വേർതിരിച്ചറിയാൻ ശ്രമിച്ച ഋഷീശ്വരന്മാർ നടത്തിയ പാത്രസൃഷ്ടികളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അതുമാത്രമല്ല, നന്മയോ തിന്മയോ എന്ന് വകതിരിക്കാൻ തന്നെ കഴിയാത്ത മാനുഷിക പ്രശ്നങ്ങളുള്ള മനുഷ്യരെയാണ് അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ വാൽമീകി മഹർഷി തൻ്റെ രാമായണ നായകന് അവിടെ ഉൾച്ചേർത്ത് വെച്ച പല പ്രസ്താവനകളും സൂക്ഷിച്ചെടുത്ത് ചേർത്ത് വെച്ചാൽ അവരൊക്കെ യഥാർത്ഥ മനുഷ്യരുടെ ബലവും ബലഹീനതകളുമുള്ള സാധാരണ മനുഷ്യരുടെ വെറും ക്ലോസപ്പുകൾ മാത്രമാണെന്ന് കാണാൻ കഴിയും. അതിലൂടെയാണ് എൻ്റെ സഞ്ചാരം തുടരുന്നത്. ശ്രീരാമചരിതത്തിൻ്റെ അതിലെ രാമൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന്, അദ്ദേഹം അച്ഛൻ്റെ സത്യം നിറവേറ്റാൻ കൈക്കുള്ളിൽ വന്ന രാജ്യലക്ഷ്മിയെ കൈവെടിഞ്ഞ് നിർവികാരനായി 14 വർഷം കാട്ടിൽ വസിച്ചു എന്നതാണ്. രാജ്യാഭിഷേക വാർത്ത അറിയിച്ചപ്പോഴും അഭിഷേക വിഘ്നം അറിഞ്ഞപ്പോഴും നിർവികാരനായി അഭിഷേക ഉപകരണങ്ങൾ വലം വെച്ചു പോന്ന ഒരു രാമനെ നമുക്ക് കാണാം. ഈ സംഭവത്തിൽ കുപിതനായ ലക്ഷ്മണനെ സാരോപദേശം ചെയ്തും പ്രതിഷേധിച്ച അമ്മയെ ഉപദേശിച്ചും ഒരു വൈരാഗിയുടെ ലക്ഷണം കാണിച്ചു രാമൻ. അഭിഷേചനികം ഭാണ്ഡം കൃത്വാ രാമ പ്രദക്ഷിണം ശനൈർജഗാമ സാപേക്ഷ ദൃഷ്ടിയും തത്ര വിചാലയാൻ. അക്കാര്യത്തെപ്പറ്റി ഒരു പതർച്ചയുമില്ലാതെ ബുദ്ധിയെ ഒട്ടും വ്യതിചലിക്കാൻ സമ്മതിക്കാത്ത അഭിഷേക സാമഗ്രിയെ പ്രദക്ഷിണം ചെയ്ത് പുറത്തേക്ക് അദ്ദേഹം എഴുന്നള്ളി എന്നാണ് പറയുന്നത്. അതായത് മനസ്സിനെയും ബുദ്ധിയെയും ഒട്ടും പുറത്ത് കാണിക്കാതെ, അല്ലെങ്കിൽ വ്യതിചലിക്കാൻ സമ്മതിക്കാതെ അഭിഷേകത്തിന് ഒരുക്കി വെച്ച കാര്യങ്ങളെ വലം വെച്ച് പുറത്തേക്ക് രാമൻ ഇറങ്ങിയെന്ന് സാരം. അതായത് മനസ്സിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നല്ല, അത് പുറത്തു കാണിക്കാതെ ഇറങ്ങി എന്നാണ്. ഉള്ളിൽ തിളച്ചു മറയുന്ന ആ വികാരങ്ങൾ പക്ഷേ സീതാദേവിയുടെ അടുത്തെത്തിയപ്പോൾ അണപൊട്ടി ഒഴുകി. താം ദൃഷ്ട്വാ സഹി ധർമാത്മ ന ശശാക മനോഗതം തം ശോകം രാഘവ സോദും തതോ വിവൃതതാം ഗത. ധർമാത്മാവായ രാഘവൻ അവളെ കണ്ട ഉടനെ മനസ്സിൽ വർത്തിച്ചിരുന്ന ആ ശോകത്തെ ഒതുക്കാൻ ശക്തനാകാതെ വന്നു. വീണ്ടും പറയുന്നു, വിവർണവദനം ദൃഷ്ട്വാ തം പ്രസന്നിമർശനം ആഹ ദുഃഖാഭിസന്തപ്ത കിമിതാനിമിതം പ്രഭോ. വിവരണ മുഖത്തോടെ ദുഃഖത്തെ അടക്കാൻ കഴിയാത്തവനായി വിയർത്തു നിൽക്കുന്ന രാമനെ കണ്ടാണ് സീത ചോദിക്കുന്നത്, എന്തു പറ്റി പ്രഭു എന്ന്. ഇതിലൊരു കുറ്റവും കാണാനില്ല. തന്നെ തലേ ദിവസവും പറഞ്ഞു മോഹിപ്പിച്ച ഒരു സ്ഥാനം തൻ്റെ ഒരു കുറ്റവുമില്ലാതെ നഷ്ടപ്പെടുക മാത്രമല്ല, താൻ രാജ്യത്തു നിന്ന് തന്നെ നിഷ്കാസിതനാകുന്ന ഒരവസ്ഥയിലെത്തുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരവസ്ഥ മാത്രമാണിത്. ഒരു രാജകുമാരനായി വളർന്ന താൻ അത് പരസ്യമായി പ്രകടിപ്പിക്കാതിരിക്കാനുള്ള അഭ്യാസം സിദ്ധിച്ചിട്ടുണ്ടെങ്കിലും തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തെത്തുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകുന്നത് മനുഷ്യ സഹജമാണ്.
24 വയസ്സുള്ള രാജകുമാരനാണെങ്കിലും അദ്ദേഹവും ഒരു മനുഷ്യൻ തന്നെയാണല്ലോ. വനവാസകാര്യം കൈകേയി രാമനോട് പറയുമ്പോൾ രാമന്റെ ഹൃദയത്തിൻ്റെ ആഴം അപ്പോൾ വെളിപ്പെടുത്തിയില്ലെങ്കിലും ചില മറുപടിയിൽ നിന്നും അത് വായിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നൂനം മൈ കൈകേകയകി കിം ചിദാശംസ സേ ഗുണം യദ്രാ ജാനമവോ ചസ്തം മാമേശ്വരതരാ സതി. എന്നോട് കൽപ്പിക്കാൻ അധികാരമുള്ള കൈകേയി മാതാവ് എന്നിൽ ഒരു ഗുണവും കണ്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ രാജാവിനോട് അങ്ങ് ഈ വരം ആവശ്യപ്പെട്ടത്. ഇത് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഒരു നിസ്സഹായന്റെ ഉള്ളിൽ നിന്നും വരുന്നത് തന്നെയല്ലേ. മാത്രമല്ല, ഇത് കേട്ടുകഴിഞ്ഞ് രാമന്റെ മറുപടികളിൽ പലതും ഒരു ഉറച്ച മനസ്സിൻ്റെതായിരുന്നില്ല എന്ന് സ്പഷ്ടം. അഹം ഹി സീതാം രാജ്യം ച പ്രാണനിഷ്ഠൻ ധനാനി ച ഹൃഷ്ടോ ഭ്രാതേ സ്വയം ദദ്യം ഭരതായ പ്രചോദിത. ഭരതനാണെങ്കിൽ ഞാൻ രാജ്യവും സകല സമ്പത്തും, എന്തിനധികം സീതയെപ്പോലും സുമനസാലെ വിട്ടുകൊടുക്കുമല്ലോ എന്ന്, സ്വന്തം ഭാര്യയെപ്പോലും ഞാൻ വിട്ടുകൊടുക്കുമല്ലോ എന്ന്. പിന്നീട് സീതയെ കാണുമ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ സീതയോടും രാമൻ പറയുന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഭരതന്റെ ചൊൽപ്പടിക്ക് നിന്ന് കൊള്ളണം. ഒരു കാര്യത്തിലും ഭരതനെ പിണക്കരുത്. ഭരതൻ പറയുന്നത് എന്തും നീ അനുസരിക്കണം. അവൻ രാജാവാണ്, രാജാവിന് എല്ലാ അധികാര അവകാശങ്ങളും ഉണ്ട് എന്നിങ്ങനെ. ഇതിന് സീത തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട്. കിമിതം ഭാഷാസേ രാമവാക്യം ലഘുതയാ ധ്രുവം ത്വയാ യദപഹാസ്യം മേ ശ്രുതം നരോത്തമ. അല്ലയോ നരന്മാരിൽ ശ്രേഷ്ഠനായവനെ, അങ്ങ് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം എന്നിട്ടുള്ള ഈ ആജ്ഞയും എന്നെ അപഹസിക്കുന്നതായി എനിക്ക് തോന്നുന്നല്ലോ എന്ന്. അതൊരു സ്ത്രീ പറയും, കറക്റ്റായിട്ട് പറയേണ്ട മറുപടി തന്നെയല്ലേ. അവസാനം സീത വളരെ പരുഷമായി പ്രതികരിക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് രാമൻ സീതയെ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നത്. അതിനിടയിൽ സീത ശരിക്കും ഹൃദയം പിളർക്കുന്ന വാക്കുകളും പറയുന്നുണ്ട്. കിം ത്വ അമാന്യത വൈദേഹ പിതാ മേ മിഥിലാതപ രാമാ ജാമാതരം പ്രാപ്യ സ്ത്രീയം പുരുഷ വിഗ്രഹം. മിഥിലാധിപനായ എൻ്റെ പിതാവ് പുരുഷരൂപം ധരിച്ച സ്ത്രീയായ ഒരു ജാമാതാവായി അങ്ങേ കരുതണമോ രാമ എന്ന്. അതവിടെ നിൽക്കട്ടെ. കൈകേയിയുടെയും ദശരഥ മഹാരാജാവിൻ്റെയും ആജ്ഞ താൻ സ്വമേധയാ അനുസരിക്കുമെന്നും ഭരതന് വേണമെങ്കിൽ സീതയെപ്പോലും വിട്ടുകൊടുക്കാമെന്നും എന്നും പറയുന്ന ശ്രീരാമൻ അയോധ്യ വിട്ട് സുമന്ത്രർ അടക്കമുള്ളവർ തിരിച്ചു പോയി കഴിഞ്ഞ് താനും ഭാര്യയും അനുജനും മാത്രമായപ്പോൾ മനസ്സിലുള്ളതൊക്കെ പതുക്കെ വെളിയിലേക്ക് വരുന്നത് കാണാം. കോഹ്യ വിദ്വാനപി പൂമാൻ പ്രമദയ കൃത്യേ തജേൽ ഛന്നാനുവർത്തിനം പുത്രം താതോ മാമിവ ലക്ഷ്മണ. ലക്ഷ്മണ, ഒരച്ഛൻ ധർമ്മമറിയാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും പിതാവിൻ്റെയും എല്ലാവരുടെയും ഇഷ്ടമനുസരിച്ച് നടക്കുന്ന എന്നെപ്പോലൊരു പുത്രനെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഉപേക്ഷിക്കുമോ? നമ്മളൊക്കെ കേൾക്കുന്ന അച്ഛനോട് അത്ര സ്നേഹവും ആദരവുമുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്ന് ശ്രദ്ധിക്കണം. അടുത്തത്, ഇതം വ്യസനമാലോക്യ രാജ്ഞച്ച മതിവിഭ്രമം കാമ ഏവാർത്ഥ ധർമാഭ്യാം ഗരിയാനിധി മേ മതി. ഇപ്പോൾ രാജാവിൻ്റെ ഈ മതിഭ്രമത്തെയും ദുഃഖത്തെയും ഒക്കെ ഓർക്കുമ്പോൾ
ധർമ്മം, അർത്ഥം എന്നിവയേക്കാൾ ഇദ്ദേഹത്തിന് കാമമാണ് ശക്തിയേറിയതെന്ന് എനിക്ക് തോന്നുന്നു. എത്ര പിതൃഭക്തനാണെങ്കിലും കൊടിയ അപമാനത്തിലും അപകടത്തിലും തന്നെ പെടുത്തുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് സ്വന്തം അച്ഛനോടാണെങ്കിൽ പോലും തോന്നുന്ന ദേഷ്യം തന്നെയാണ് ഇത്. സുഖീബത സഭാരേച്ഛ ഭരത മുദിതാൻ കോസലാനേകോയോ ഭോക്ഷദ്ധതി രാജവത്. ധർമ്മപത്നി സഹിതനായി ഉത്സാഹം പൂണ്ടവനായി ആ കൈകേകി പുത്രനായ ഭരതൻ സമൃദ്ധമായ കോസലദേശങ്ങളെ ഒറ്റയ്ക്ക് ചക്രവർത്തിയായി ഭരിക്കുമോ? ഇത് ഭരതനെക്കുറിച്ചുള്ള ആകാംക്ഷയാണോ, അതോ അതിലൊരു ആക്ഷേപം, ഒരു ദേഷ്യം ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടോ? കൈകേകിയുടെ നേർക്ക് കടുത്ത ദേഷ്യം, ഭരതന്റെ സുഖത്തിലുള്ള അസൂയ, സ്വന്തം അച്ഛൻ ദുഃഖിക്കുന്നതിനുള്ള ആശ്വാസം, ഇതെല്ലാം നിരവധി ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് തൽക്കാലത്തേക്കുണ്ടായ ഒരു വികാരമാണെന്ന് ധരിക്കരുത്. രാമൻ അതിഗംഭീരനായതുകൊണ്ട് അത് മനസ്സിൽ ഒതുക്കി വെച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് വിരാധൻ സീതയെ കടന്നു പിടിക്കുമ്പോൾ ഈ വികാരം അണപൊട്ടി ഒഴുകുന്നത് കാണാം. സീത അപഹരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ താനും അനുജനും മാത്രമായപ്പോൾ അത് ഉച്ചസ്ഥായിയിലാകുന്നതും നമുക്ക് കാണാം. ഇനി മറ്റൊന്നാലോചിച്ചാൽ, അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനാണ് രാമൻ ഈ ത്യാഗമെല്ലാം സഹിച്ചത് എന്നാണല്ലോ നമ്മയൊക്കെ പഠിപ്പിച്ചത്, അല്ലെ നാമൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാ രാമന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അയോധ്യയിൽ ഇത്രയും അനർത്ഥങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. കൈകേകിയുടെ വരപ്രാപ്തി ദേവാസുര യുദ്ധം നടക്കുന്നതെന്നാണല്ലോ ഇതുവരെ പുറലോകം അറിഞ്ഞിരുന്നത്. എന്നാ അതങ്ങനെയല്ല എന്ന് രാമന് നല്ലവണ്ണം അറിയാമായിരുന്നു. അയോധ്യാകാന്ഡം 107 സർഗത്തിൽ ചിത്രകൂടത്തിൽ വെച്ച് രാമൻ ഭരതനോട് ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. പുരാ ഭ്രാത പിതാ ന സമാദരം സമുദ്വഹൻ മാതാമഹേ സമാശ്രയിത് രാജ്യശുൽക്കമനുത്തമം. സഹോദര, നമ്മുടെ പിതാവായ അദ്ദേഹം പണ്ട് നിന്റെ മാതാവിനെ പരിഗ്രഹിച്ചപ്പോൾ നിന്റെ മുത്തച്ഛന് നിസ്തുലമായ രാജാധികാരമാകുന്ന ശ്രീശുൽക്കം വാക്കുകൊടുത്തിരുന്നു എന്ന്. അതായത് കൈകേകിയെ കല്യാണം കഴിക്കുമ്പോൾ കൈകേകിയുടെ അച്ഛന് ദശരഥൻ വാക്കുകൊടുത്തിരുന്നു, കൈകേകിക്കുണ്ടാകുന്ന പുത്രനെ രാജാവാക്കാമെന്ന്. അതായത് ഭരതന് രാജ്യം എന്നത് കൈകേകിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ദശരഥൻ കൊടുത്ത വാക്കാണ്. പിന്നെ രാമൻ പറയുന്നത്, എൻ്റെ വനവാസം എന്നതിലേക്ക് നയിച്ച രണ്ടാമത്തെ വരം ദേവാസുര യുദ്ധത്തിൽ നിന്റെ അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വരം തന്നെയാണ് എന്ന്. എങ്കിൽ അതായത് ഭരതന് പോലും അറിയാത്ത ഈ രഹസ്യം രാമന് അറിയാമായിരുന്നു. എങ്കിൽ പിന്നെ വളരെ തിടുക്കത്തിൽ ദശരഥൻ നടത്താൻ ഉദ്ദേശിച്ച രാമാഭിഷേകം അദ്ദേഹം തടയാൻ ശ്രമിക്കാത്തതെന്ത്? അന്ന് അച്ഛൻ്റെ വാഗ്ദാന ലംഘന ശ്രമം രാമനെ തടയാവുന്നതല്ലേ ഉള്ളൂ. എങ്കിൽ ഈ അനർത്ഥങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ അച്ഛൻ്റെ വാഗ്ദാനം നിറവേറ്റാനുള്ള ത്യാഗം എന്ന രീതിയിൽ നമുക്ക് വളരെയൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്നത് പോലെ രാജ്യാധികാരത്തിൻ്റെ മുന്നിൽ രാമനും വീണു എന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷെ അതത്ര തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെയാണ് ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ച ധർമ്മത്തിൻ്റെ പ്രസക്തി വരുന്നത്. യത് ബലാനാം ബലം സൃഷ്ടം തത് പ്രജ്ഞാബലമുച്യതേ. ഇത്തരം ഉദാഹരണങ്ങൾ എടുത്താൽ ഇത് ഒരിടത്തും അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒരൊറ്റ കാണ്ഡം മാത്രമേ നാം ഇതുവരെ പരിഗണിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം എനിക്ക് തന്ന സമയം മുഴുവൻ ഞാൻ എടുക്കില്ല എന്നെനിക്കറിയാം. എങ്കിലും അതിൻ്റെ ഒരു ക്രക്സ് മാത്രം പറയാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. യുദ്ധം കഴിഞ്ഞു. വിഭീഷണന്റെ ലങ്കാധിപനായുള്ള അഭിഷേകവും കഴിഞ്ഞു. അപ്പോ രാമൻ പറഞ്ഞു, എൻ്റെ ജയത്തിൽ താല്പര്യമുള്ളവനായ ലങ്കേശ്വര, വിഭീഷണനോടാണ് പറയുന്നത്, വൈദേഹിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടട്ടെ. എന്തിനാണെന്നറിയാവോ? സീത പശ്യത് മാമേഷ സുഹൃത് ഗാനവൃതം സ്ഥിതം. അതായത് ഈ സീത ഞാൻ സുഹൃത്ത് സംഘത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കാണട്ടെ എന്ന്. മര്യാദാ പുരുഷോത്തമന്റെ വാക്കുകളിൽ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? നമുക്കൊന്നും തോന്നിയില്ലെങ്കിലും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും ഈ ശബ്ദമാറ്റം കേട്ട് നെറ്റി ചുളിച്ചു. അപ്രീതമിവ സീതായാം തർക്കയന്തി സ്മരാഘവം എന്നാണ് പറയുന്നത്. അപ്പോ വിഭീഷണൻ സീതയെ രാമന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. സീത സന്തോഷവും ലജ്ജയും അടക്കാനാവാതെ ആര്യപുത്ര എന്ന് വിളിച്ചു. പക്ഷെ രാമൻ അപ്പോ ഹൃദാന്തർഗത ക്രോധോ വ്യവഹാരത്വമുപചക്രമേ. രാമന്റെ ഉള്ളിൽ ദേഷ്യമാണ് അപ്പോൾ തിളച്ചു മറിഞ്ഞത്. എന്തിനാണ്? സീതയോട്. പിന്നെ ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്തതെല്ലാം രാമൻ സീതയോട് പറയുന്നുണ്ട്. പ്രാപ്ത ചാരിത്ര സന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത നേത്രാതുരസ്യേവ പ്രതികൂലാസി മേ ദൃഢം. ചാരിത്രത്തിന് സംശയം നേരിട്ടവളായി നിൽക്കുന്ന നീ നേത്രരോഗിക്ക് വിളക്കെന്ന പോലെ എന്ന്. അപ്പോ സീതയുടെ നേരെ സംശയത്തിൻ്റെ അമ്പ് ആദ്യം അയച്ചത് വേറെ ആരുമല്ല, രാമൻ തന്നെയാണ്. നഹിത്വാം രാവണോ ദൃഷ്ട ദിവ്യരൂപാം മനോരമാം മാർഷ ഏതാചിരം സീതേ സ്വഗൃഹേ പരിവർത്തിനീം. ഇത്രയും സുന്ദരിയായ നിന്നെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ ഏറെക്കാലം രാവണന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ രാമന് രാവണനെ അറിയില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സുന്ദരകാന്ഡത്തിൽ രാവണന്റെ അന്തഃപുരത്തിലുള്ള സുന്ദരികളെ വർണ്ണിക്കാൻ വാൽമീകി 10-30 ശ്ലോകം തന്നെ എഴുതിയിട്ടുണ്ട്. അവരെ ഒന്നും തന്നെ രാവണൻ ബലമായി കൊണ്ടുവന്നവരുമല്ല. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സീത പറഞ്ഞ മറുപടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയാവതരണം നിർത്തുന്നു. കിം മാമ സദൃശ്യം വാക്യമീദൃശം ശ്രോത്ര ദാരുണം രൂക്ഷം ശ്രാവയസേ വീര പ്രാകൃതമാ. ഒരു പ്രാകൃതനായ മനുഷ്യൻ പ്രാകൃതയായ സ്ത്രീയോട് പോലും പറയാത്ത ഇത്ര കഠോരമായി അങ്ങേക്ക് പറയാൻ എങ്ങനെ കഴിഞ്ഞു എന്ന്.
അതായത് ഞാൻ സൂചിപ്പിക്കാത്ത വേറെ ഒത്തിരി ശ്ലോകമുണ്ട്. അതിന് സീതയോട് പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ സുഗ്രീവൻ്റെ കൂടെ പോകാം, ലക്ഷ്മണൻ്റെ കൂടെ പോകാം, നിനക്ക് ആരുടെ കൂടെ വേണേലും പോകാം, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ എൻ്റെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ മറുപടിയാണ് സീത പറഞ്ഞത്. എന്നിട്ട് സീത പറഞ്ഞു, ഇനി ഈ ജീവിതം കൊണ്ട് എനിക്ക് ഒന്നും നേടാനില്ല. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ചിതയൊരുക്കൂ. ആ ചിതയിലേക്ക് സീത ചാടുകയാണ് ചെയ്തത്. അതിനെ അഗ്നിപരീക്ഷ എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, വാൽമീകി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന രാമന് ഇങ്ങനെ ഒരു വശം മാത്രമേ ഉള്ളൂ എന്നല്ല. നാം അന്വേഷിച്ചു പോയാൽ ഇതിലും എത്രയോ കൂടുതൽ പ്രകാശമയമായ മറ്റൊരു വശം കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നന്മയുടെ മാത്രം പ്രതിരൂപമായ നായകനും തിന്മയുടെ മാത്രം പ്രതിരൂപമായ പ്രതിനായകനും എന്ന സങ്കല്പം ഒരു യഥാർത്ഥ കാവ്യത്തിൻ്റെ ലക്ഷണമല്ല. യാഥാർത്ഥ്യത്തിൻ്റെ രൂപം പോലെ നന്മയുടെയും തിന്മയുടെയും ഒരു കലർപ്പ്, നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം രണ്ടും ചുറ്റിക്കലർന്ന് കിടക്കുന്ന ഒന്ന്. ഇങ്ങനെ എല്ലാം കൂടിയതാണ് മനുഷ്യൻ. അങ്ങനെ മനുഷ്യനായ മഹാനായ ഒരു രാജാവിൻ്റെയും കൂടെ കഥയാണ് വാൽമീകി രാമായണം. നന്ദി. ഞാൻ